ഡിയുടെ ഒന്നിലധികം വാഹനങ്ങൾ നശിപ്പിച്ചതായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചില്ല് തല്ലി തകർത്തിരിക്കുന്നു. ഈ രീതിയിലത്തേക്കുള്ള കാടൻ തെമ്മാടിത്തമാണ് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീമതി വീണ വിജയന്റെ ഭർത്താവും മുൻ മന്ത്രിയുമായ ഇപ്പോൾ ബേപ്പൂരിൽ നിന്നുള്ള MLA ആയിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസിന്റെ വളരെ ലാഫബിൾ ആയിട്ടുള്ള ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു. ആരും കണ്ടിട്ടില്ല, ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. നിങ്ങൾ വളഞ്ഞിട്ട് അടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല, അവസാന ശ്വാസം വരെയും പോരാടും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തോ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടുകയാണ്, അനീതിക്കെതിരെ പോരാടുകയാണ് എന്നൊക്കെ തോന്നിപ്പോകും. ഇവിടെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേസിൽ രേഖകൾ മുഴുവനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് അന്വേഷിക്കുന്നതിന് ED ഹൈക്കോടതി തന്നെ അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നിയമ നടപടികളുമായി യോജിച്ചു പോവുക, അതിനോട് സഹകരിക്കുക, അതിനെ നിയമപ്രകാരം എതിർപ്പുണ്ടെങ്കിൽ അതിനെ നേരിടുക എന്നതിന് പകരം ഈ രീതിയിലത്തേക്കുള്ള നെടുങ്കൻ ഡയലോഗുകളൊക്കെ അദ്ദേഹം അടിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. അവസാന ശ്വാസം വരെ പോരാടുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അവസാന ശ്വാസത്തിന് മുൻപ് എന്ത് സർവീസ് നൽകിയിട്ടാണ് ശ്രീമതി വീണയ്ക്ക് ഈ കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കിട്ടിയത് എന്നതിനെക്കുറിച്ച് പറയാനെങ്കിലും തയ്യാറാകണം. ഈ കേസിൽ ഇതുവരെയും SFIOയ്ക്ക്, ROCയ്ക്ക്, കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്, EDക്ക് ഒന്നും ബോധ്യമാകാത്ത ഒരേ ഒരു കാര്യം എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് വീണയുടെ കമ്പനി ഈ CMRL എന്ന കമ്പനിക്ക് നൽകിയത് എന്നാണ്. എന്തിന്റെ പേരിലാണ് ഇവർ ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയത്, മൊത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രതിഫലം കൈപ്പറ്റിയത് എന്നാണ്. ആ വിഷയത്തിനെക്കുറിച്ച് വിശദീകരിക്കാനായിട്ട് ഇത്രത്തോളം വിവാദമുണ്ടായിട്ടും ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള CPM നേതാവിന്റെ മകളായിട്ടും ശ്രീമതി വീണ വിജയൻ തയ്യാറായിട്ടില്ല. ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തകരായ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനോ മന്ത്രിയായിരുന്ന ശ്രീ മുഹമ്മദ് റിയാസോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല. ഞാൻ ഉൾപ്പെട്ട TV ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ഇടത് പ്രതിനിധികൾ പറഞ്ഞത് മൈക്രോസോഫ്റ്റ് ഓഫീസ്, ടാലി തുടങ്ങിയ സോഫ്റ്റ്വെയർ ഒക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ കോടിക്കണക്കിന് രൂപ കിട്ടിയത് എന്നാണ്. IT എന്താണെന്നോ സോഫ്റ്റ്വെയർ എന്താണെന്നോ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്താണെന്നോ ഉള്ളതിന്റെ ABCD അറിയാത്ത ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ന്യായീകരണ ക്യാപ്സൂളുകളുമായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിതറുന്നത്. ഫ്ലാഷ് ബാക്ക്. ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു, വീണ വിജയന്റെ എക്സോളജി കമ്പനിയുമായി ബന്ധപ്പെട്ട് 1,72,00,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. സാർ, ഇത് അക്കൗണ്ട് വഴി വന്ന പൈസയാണ്. ആ അക്കൗണ്ട് വഴി വന്ന പൈസക്ക് GST അടച്ചിട്ടുണ്ട്. സർവ്വ കണക്കുകളും ഞങ്ങളുടെ കയ്യിൽ. എന്റെ ചോദ്യം അതല്ല, എന്ത് സേവനത്തിനാണ് ആ പൈസ കിട്ടിയെന്നാണ് ചോദ്യം. താങ്കൾ IT-ൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ, ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ താങ്കൾ പറയൂ. സർ, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഏജൻസി ഒരു ചെറിയ കാര്യം താങ്കൾക്ക് അറിയാവുന്നത് കൊണ്ട് എന്തിന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കേൾക്കൂ സർ. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. ഞാനൊരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ ആ വാഷിംഗ് മെഷീന്റെ ഗ്യാരണ്ടി കഴിഞ്ഞാൽ അതിന് 1 വർഷത്തേക്ക് ഒരു AMC എടുക്കുന്നു സർ, അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു. ഓക്കെ, സമ്മതിച്ചു. ഇത് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഏതാണ്? ഇവിടെ അലക്കേന്ദ്രം ഇല്ല, സോഫ്റ്റ്വെയർ ആണ്. താങ്കൾ വിഡ്ഢിവേഷം കെട്ടരുത്. ഞാൻ ചോദിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ? വിഡ്ഢിവേഷം കെട്ടുന്നത് ആരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അത് കാണുന്നവർക്ക് മനസ്സിലാകും. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. താങ്കളോട് എന്റെ ചോദ്യം വളരെ ലളിതമാണ്. ഏത് സോഫ്റ്റ്വെയറിന്റെ AMC ആണ് സാർ? ഏത് സോഫ്റ്റ്വെയറിന്റെ AMC? സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ആ കമ്പനിക്ക് കൊടുക്കുന്ന ആനുവൽ മെയിൻ്റനൻസ്. ഏത് സോഫ്റ്റ്വെയർ? എന്തിനുള്ള സോഫ്റ്റ്വെയർ? പ്രവർത്തിക്കുന്ന IT കമ്പനിയിലുമുണ്ട് സാർ. അങ്ങനെ പോലെ ഏത് സോഫ്റ്റ്വെയർ? എന്തിനുള്ള സോഫ്റ്റ്വെയർ? അത് പറയും സാർ. എക്സാലോജിക് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി ഈ പറയുന്ന സ്ഥാപനത്തിന് കൊടുത്ത AMC അതാണ് സാർ. എന്തിനുള്ള AMC? പോയില്ല, തീർന്നില്ല. എന്തിനുള്ള AMC? എന്ത് സേവനത്തിനുള്ള ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്? വാഷിംഗ് മെഷീൻ മേടിച്ചതിനാണോ? ഫ്രിഡ്ജ് മേടിച്ചതിനാണോ? എന്തിനുള്ള AMC? അവരെ കൊടുത്തിരിക്കുന്ന ആവശ്യമായ അവർ കൊടുത്തിരിക്കുന്ന ഡേറ്റകൾ. എന്ത് ഡേറ്റ? താങ്കൾ ഇത് എവിടെയാ കണ്ടേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. താങ്കളെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ചർച്ചകൾ തെറ്റായിട്ട് കൊണ്ടുപോകരുത്. ഞാനല്ലല്ലോ, ഇൻകം ടാക്സിന്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പറയുന്നത്. ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അവരുമായി കോൺട്രാക്ട് ഉണ്ട്. ഇല്ല എന്തിനുള്ള കോൺട്രാക്ട്? എന്ത് സേവനം? ഏത് സോഫ്റ്റ്വെയർ? അവരുടെ കമ്പനിക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. ആവശ്യമായ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ നമ്മൾ വാരി കൊടുക്കുകയാണോ? എന്തിനുള്ള സോഫ്റ്റ്വെയർ?
അവരുടെ കമ്പനി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. കമ്പനിയിലെ എന്തിന് എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന പ്രവർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അക്കൗണ്ട്സ് ആണെങ്കിൽ അത് ടാലി മറ്റ് സോഫ്റ്റ്വെയർ വേണം. അവർക്ക് ഇമെയിൽ അയക്കാനും അവർക്ക് വേർഡ് ഡോക്യുമെന്റ് അങ്ങനത്തെ ഒരു ഡോക്യുമെന്റ് പ്രോസസർ ആണെങ്കിൽ അവർക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് വേണമായിരിക്കും. അവർക്ക് ഒരു പ്രസന്റേഷൻ ഒക്കെ റൺ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ അതിലെ പവർ പോയിന്റ് അവർ ഉപയോഗിക്കുന്നുണ്ടാവും. അവരുടെ HR-ന്റെ എന്തെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, അവരുടെ ഒരു CMS മാനേജ് ചെയ്യാൻ, എംപ്ലോയീസിന്റെ ലീവ് മാനേജ് ചെയ്യാൻ, ടൈം ഷീറ്റ് മാനേജ് ചെയ്യാൻ ഒക്കെ സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മതി. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് തൊണ്ടേക്കറി കുരുങ്ങി അത് വിട്. താങ്കൾ അങ്ങനെ സമയം അപകരിച്ചു കൊണ്ട് പോകരുത്. സമയം താങ്കളാണ് എന്തിനുള്ള സോഫ്റ്റ്വെയർ? ഞാൻ 10,000-ാമത്തെ തവണ ചോദിക്കുന്നു, എന്തിനുള്ള സോഫ്റ്റ്വെയർ? അല്ല, താങ്കൾ 10,000 ഞാൻ 20,000 തവണ പറയുന്നു. താങ്കൾക്കറിയില്ല. കേൾക്കൂ, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഈ പറയുന്ന കമ്പനിക്ക് വേണ്ട സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. എന്ത് സോഫ്റ്റ്വെയർ? വേണ്ട സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട സോഫ്റ്റ്വെയർ പറഞ്ഞ വിഷയം തരുവാണോ ചെയ്യുന്നത്? എന്തിനുള്ള സോഫ്റ്റ്വെയർ? എന്തിനുള്ള സോഫ്റ്റ്വെയർ? എന്ത് സേവനം? ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ഏത് കമ്പനി നടത്തിപ്പോയിട്ടുള്ള എന്ത്? ഒരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ടയർ മാറ്റിയിടാം, അതിന് മ്യൂസിക് സിസ്റ്റം വെക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഒരു വീടുമായി ബന്ധപ്പെട്ട് വാഷിംഗ് മെഷീൻ, മിക്സി. അതേപോലെ ഈ കമ്പനിയിൽ എന്താണ് ഇവർ കൊടുത്തത്? വാഷിംഗ് മെഷീൻ ആണോ കൊടുത്തത്? എന്തിന്റെ സോഫ്റ്റ്വെയർ ആണെന്ന് പറയും? അല്ലല്ല, ഈ കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സോഫ്റ്റ്വെയർ. എന്ത് കമ്പനി നടത്തിപ്പിന്റെ എന്ത്? ഷട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉള്ള സോഫ്റ്റ്വെയർ ആണോ? എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ്? അല്ല, താങ്കളെ ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കളെ പോലുള്ള ഒരു വ്യക്തി അങ്ങനെ വിഡ്ഢിവേഷം കെട്ടി വിഡ്ഢിവേഷം കെട്ടുന്ന ആരാണ് ഈ ചർച്ച കാണുന്നവർ? താങ്കൾ യൂട്യൂബിലെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കൂ. അവിടെ തൂക്കാനും തുടയ്ക്കാനും ഉള്ളതാണോ? അതോ അവിടുത്തെ ഈ ജനലുകൾ തുറക്കാനും അടയ്ക്കാനും ഉള്ളതാണോ? ഷട്ടർ പൊക്കാനും താക്കാനും ഉള്ളതാണോ? കരിമണൽ പ്രോസസ് ചെയ്യാനാണോ? എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് പറയൂ. എന്താണ് സേവനം? അതാണ് ചോദ്യം. വളരെ സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കുന്നത്. എന്ത് സേവനത്തിനുള്ള ഏത് സോഫ്റ്റ്വെയർ ആണ്? അത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ കൃത്യമായി പറഞ്ഞു, ഈ കമ്പനിയുമായി എക്സോലോജിക് എന്ന് പറഞ്ഞ വീണ വിജയൻ എന്ന് പറയുന്ന ആളുടെ കമ്പനിയും ഈ പറയുന്ന കമ്പനിയുമായി അവർക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ. ആവശ്യമായി എന്ത്? അവർക്ക് എന്താ ആവശ്യം? അവരുടെ കമ്പനി അവർക്ക് എന്താണ് ആവശ്യം? അല്ല, ഞാൻ നേരത്തെ പ്രിയപ്പെട്ട ആയുർജോ, താങ്കൾ ഇങ്ങനെ കിടന്നുരുളാതെ പ്ലീസ്. എക്സാലോജിക് എന്ന് പറയുന്ന വീണ വിജയന്റെ കമ്പനിയും ഈ പറയുന്ന കമ്പനി, നിങ്ങൾ ഈ പറയുന്ന കമ്പനിയുമായിട്ട് അവരുടെ കമ്പനി നടത്തുന്നത് ആവശ്യമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾ കൊടുത്തിട്ടുണ്ട്. എന്ത് സോഫ്റ്റ്വെയർ കൊടുത്തത്? അതാ ചോദ്യം. എന്ത് സോഫ്റ്റ്വെയർ കൊടുത്തു സാർ? കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനി നടത്തിപ്പിന് ആവശ്യമായ കമ്പനി നടത്തിപ്പിന് എന്ത് വേണം? എന്ത് സോഫ്റ്റ്വെയർ വേണ്ടത്? ഒരു വീടിന്റെ നടത്തിപ്പിനുള്ള സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വീടിന്റെ നടത്തിപ്പിന് എന്തൊക്കെയായിരിക്കും വേണ്ടി വരിക? അതേപോലെ ഒരു കമ്പനി നടത്തിപ്പിന് എന്താണ് വേണ്ടത്? അതായത് പറഞ്ഞോളൂ, മറ്റേ ഇതല്ലടാ. അല്ലല്ല, എനിക്ക് ഒരു കമ്പനി ഉണ്ട് സാർ. ആ കമ്പനിയിൽ ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ എടുത്തിട്ടുണ്ട്. എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് സാർ? എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ്? ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും എന്തൊക്കെ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടിങ്, സെയിൽസ്, വെരി ഗുഡ്, അക്കൗണ്ടിങ്, ഞങ്ങളുടെ സെയിൽസ്, സാലറി, ക്രെഡിറ്റ് ബില്ല്, ഡെയിലി വേജസ്, മുഴുവൻ കാര്യങ്ങളും അടങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ശരി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. CMRL-ന്റെ അക്കൗണ്ടിങ്, സാലറി പ്രോസസിംഗ്, ടാക്സ് മാനേജ്മെന്റ്, ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണോ എക്സാലോജിക്ക് കൊടുത്തതെന്നുള്ളതാണ് എന്റെ ചോദ്യം. ആണോ? അത് തന്നെയാണ്. അല്ല, നിങ്ങൾ ആണോ? ആണോ? അല്ലല്ല, ആണോ? അതെ. ആണോ അല്ലയോ? അതെ. ഞാൻ അതേന്നോ? എവിടുത്തെ ഇത് എവിടുന്ന് താങ്കൾക്ക് വിവരം കിട്ടിയത്? ഈ വിവരം താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? AKG സെന്ററിന് പറയാനുള്ളത് ഇത് AKG സെന്റർ പോലും പറയാത്ത ക്യാപ്സൂളാണ്. ഫ്രഷാണ് ഇത്, ഫ്രഷ് ക്യാപ്സൂളാണ് ഇത്. AKG സെന്റർ ഉപയോഗിക്കാത്ത ക്യാപ്സൂളാണ്.